സ്ഥിരമായിട്ട് കാണുന്നതാണ്. പിന്നെ ഇന്നലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ പിന്നെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. പിന്നെ ജീവൻ ഒരു ചെറിയ ജീവിയുടേതാണെങ്കിൽ പോലും അത് ഏറ്റവും വലുതാണ് എന്ന് മനസ്സിലാക്കി ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊല്ലം ഉളിയക്കോവിലുള്ളവരാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊല്ലം ഉളിയക്കോവിൽ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് ഒരു നായയെ കാർ ഇടിച്ചിട്ട് പോകുന്നു. ആ കാർ ഓടിച്ചയാൾ ആ കാറിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും നോക്കാൻ തയ്യാറാകുന്നില്ല. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരുണ്ടായിരുന്നത്. ഇവർ വിളിക്കുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. ചെന്ന് കാണുമ്പോൾ പറഞ്ഞാൽ കൈ, അതിൻ്റെ ഫ്രണ്ട് കൈയെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. കൈ ഒടിഞ്ഞ് കാലുമില്ലാതെ ചോര കിടക്കും. അപ്പം അവിടെയുള്ള ഓട്ടോക്കാരുടെ അടുത്തെല്ലാം ചെന്ന് ചോദിച്ചു. അപ്പം ഓട്ടോക്കാരും കൊണ്ടുവന്നൊന്നുമില്ല. ആരും തിരിഞ്ഞ മിണ്ടാപ്രാണിയാണ്, ആരും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ വേറൊരു ചേട്ടൻ അതുവഴി പോയി പുള്ളിയെ വിളിച്ച് പറയാണ്. കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളി വന്നാണ്, പുള്ളിയുടെ ഓട്ടോയിലാണ് നമ്മളെടുത്ത് കൊണ്ടുവരുന്നത്. സ്ഥിരമായിട്ട് കാണുന്നതാണ്. പിന്നെ ഇന്നലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ പിന്നെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയിലിരിക്കുക. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായിട്ടൊന്ന് ഷെൽട്ടറിൽ എത്തിക്കണം. ഡോക്ടർ പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള സാഹചര്യം നമുക്കില്ല. ഇത് കണ്ടിട്ട് ഇതിനെ ആരെങ്കിലും ഏറ്റെടുക്കാനുള്ള മൃഗസ്നേഹികൾ ആരെങ്കിലും ഉണ്ട് കൊള്ളായിരുന്നു. നമ്മൾ ജീവനല്ലേ, ജീവനായതുകൊണ്ടാണ് നമ്മൾ. ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെഡിസിൻ ഫുള്ള് ആ പുള്ളിക്കാരാണ്. അപ്പം സർജറിക്ക് വേണ്ട പൈസ എല്ലാം ആ മനുഷ്യനാണ് ഫുള്ള് റെഡിയാക്കിയത്. എല്ലാം രാവിലെ, അതായത് ഞങ്ങളവസ്ഥ മനസ്സിലാക്കി പുള്ളിക്കാരൻ, കാര്യം ഞങ്ങൾ നിൽക്കുമെന്ന് പുള്ളിക്ക് ഉറപ്പുണ്ടായിരുന്ന പുള്ളി വന്ന് പോയിട്ട് രാവിലെ കൃത്യം ഒരു 8:30-9 മണിയാകുമ്പോൾ പുള്ളിക്കാരൻ വന്നു. നിങ്ങൾ വീട്ടിൽ പോയിക്കോ മക്കളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി. ആ പുള്ളിക്കാരനാണ് ഫുള്ളും നിന്ന് ആ മെഡിസിൻ ആയാലും എല്ലാം 14,000 രൂപ പുറത്ത് ആ മനുഷ്യൻ്റെ പേര് നമുക്ക് അറിയത്തില്ല. പേരറിയാത്തൊരു വ്യക്തിയാണ്. ഇപ്പോഴും നമ്മുടെ പേരറിയാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ആ നായ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പൈസയും എല്ലാം ഇവിടെ ഉള്ള പിന്നെ ഷെൽട്ടറിൻ്റെ കാര്യമായാലും കൗൺസിലറിനെ വിളിക്കാനും ഇവിടെയുള്ള കൗൺസിലറെ എല്ലാവരെയും വിളിച്ച് ആ പുള്ളിക്കാരനാണ് നമുക്ക് വേണ്ട ഇവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ സഹായം ചെയ്യുന്ന ആ ഒരു മനുഷ്യനാണ്. എന്തായാലും ഇവർ മാത്രമല്ല, ഇവർക്ക് പേര് പോലും അറിയാൻ വയ്യാത്ത മറ്റൊരു അജ്ഞാതനായിട്ടുള്ള വ്യക്തി, അദ്ദേഹമാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പണം അടക്കം നൽകിയിട്ടുള്ളത്. ആ വ്യക്തി അടക്കമുള്ള ആൾക്കാരുടെ ഒരു സ്നേഹം, സഹജീവി സ്നേഹം, എന്തായാലും ഒരു ജീവനല്ലേ, നേരത്തെ പറഞ്ഞ പോലെ അത് നഷ്ടമായി പോകരുത് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം തന്നെ പ്രവർത്തിച്ചത്.